എല്ലാ ആഘോഷങ്ങളും നിലമ്പൂരിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ സെക്കുലറായ അന്തരീക്ഷത്തിലാണ്, ഒരു മതനിരപേക്ഷ അന്തരീക്ഷത്തിലാണ് എല്ലാ ആഘോഷങ്ങളും നടക്കാറുള്ളത്. എല്ലാ വിഭാഗം ആളുകളും ഒന്നുചേരുന്ന സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തിരതല്ലുന്ന വേളകളാണ് എല്ലാ ഉത്സവങ്ങളും. ഇന്നിപ്പോൾ വലിയ പെരുന്നാൾ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകൾ ഇങ്ങനെ ആർത്തിരമ്പുന്ന ഒരു ഘട്ടത്തിലാണ്. എങ്കിലും പെരുന്നാൾ ദിവസം പര്യടന പരിപാടികൾക്ക് അവധി കൊടുത്ത് പെരുന്നാളിൻ്റെ ഭാഗമാവുകയാണ്. ഇവിടെ ഇവരോടൊപ്പമാണ് ഇന്ന് നമ്മളിവിടെ ഈ മൈലാഞ്ചി വളരെ പരിചയസമ്പന്നയായ ഒരു കലാകാരിയുടെ കരവിരുതോടെയാണ് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പെരുന്നാൾ മാത്രമല്ല, എല്ലാ ആഘോഷങ്ങളിലും മനുഷ്യത്വവും മാനവികതയും സ്നേഹവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാനുള്ള അവസരമായി ആഘോഷവേളകളെ മാറ്റുക എന്നത് വളരെ പ്രധാനമാണ്. വലിയ പെരുന്നാൾ സംബന്ധിച്ചിടത്തോളം സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാറ്റിനുമുപരി സ്നേഹത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും എല്ലാം ആഴം പ്രഖ്യാപിക്കുന്ന ഒരു ഉത്സവവേള കൂടിയാണ്. ഓരോ ആഘോഷത്തിൻ്റെയും പിന്നിൽ ഓരോ സന്ദേശങ്ങളുണ്ട്. എല്ലാ ആഘോഷങ്ങൾക്കും പൊതുവെ ബാധകമായൊരു സന്ദേശം മനുഷ്യരെല്ലാം യോജിപ്പോടെയും ഐക്യത്തോടെയും പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും സാഹോദര്യത്തോടെയും പുലരുക എന്നതാണ്. ഈ പെരുന്നാളും നമുക്ക് മനുഷ്യരുടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗവും സമർപ്പണവുമെല്ലാം പശ്ചാത്തലമായി വരുന്ന പെരുന്നാളിനെയും നമുക്ക് മാറ്റാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഹൃദയംഗമമായ പെരുന്നാൾ ആശംസകൾ. ഈ അടുത്ത പെരുന്നാളിനെ നിലമ്പൂരിന്റെ MLA നിലയിലായിരിക്കും എല്ലാവർക്കും ആശംസ നമ്മൾ ഇതിനു മുൻപും ഇപ്പോഴുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ തന്നെയാണല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും വരും. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ മികച്ച വിജയം നിലമ്പൂരിലെ ജനങ്ങൾ സമ്മാനിക്കും, ഇടതുപക്ഷത്തിന് സമ്മാനിക്കുമെന്ന കുറച്ച് ആത്മവിശ്വാസമാണ് LDF പ്രവർത്തകർക്കുള്ളത്. അത് നമുക്ക് കാത്തിരിക്കാം.